നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ഇന്നേക്ക് 26-ാം നാൾ നിലമ്പൂർ വിധി എഴുതും. ജൂൺ 23-ന് ഫലമറിയാം. ഷൌക്കത്തോ VS ജോയിയോ സ്ഥാനാർത്ഥിയെന്ന് ഉടനെ പ്രഖ്യാപിക്കാൻ UDF. ഇടത് സ്ഥാനാർത്ഥിയെ ഉടൻ അറിയാമെന്ന് MV ഗോവിന്ദൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുൻ MLA PV അൻവറിന് നിലനിൽപ്പിനായുള്ള പോരാട്ടം. UDF തീരുമാനത്തിൽ ഇടപെടില്ലെന്ന പരസ്യ പ്രതികരണം. അവസാനത്തെ ആണി അടിക്കുമെന്ന് പറഞ്ഞത് അടിച്ചിരിക്കും. അത്രയിൽ പറയാനുള്ളൂ. ജനങ്ങൾ അതിനെ കാത്തിരിക്കണം. അവിടെ UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അൻവർ LDFന്റെ ഒറ്റിയ യൂദാസ് എന്ന് MV ഗോവിന്ദൻ. ലൈബീരിയൻ കപ്പൽ പൂർണ്ണമായി കടലിൽ താഴ്ന്നു. കപ്പലിൽ നിന്ന് സൾഫർ ഓയിൽ ചോർന്നു. ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിലും ചോർച്ചയുണ്ടോ എന്ന വ്യാപക ആശങ്ക. തീരത്തെ എന്തടിഞ്ഞാലും തുടരുതെന്ന് മുന്നറിയിപ്പ്. ക്യാപ്റ്റൻ അടക്കം 24 പേരെയും കൊച്ചിയിൽ എത്തിച്ചു. മരം വീണും വഴി തടസ്സപ്പെട്ടും കനത്ത മഴയിൽ നാട്ടിലെങ്ങും നാശനഷ്ടങ്ങൾ. ഇടുക്കിയിൽ ഒരു മരണം, അരീക്കോട് കൈക്കുഞ്ഞിന് പരുക്ക്. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടിയ വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിൽ. മലയോര യാത്രകൾക്ക് നിയന്ത്രണം. 5 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ശുചിമുറിയിൽ തൂങ്ങിയ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ऑपरेशन सिंदूर सिर्फ एक सैन्य मिशन नहीं है, ये हमारे संकल्प, साहस और बदलते भारत की तस्वीर है. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ആത്മവിശ്വാസം ലഭിച്ചെന്ന മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർവകക്ഷി സംഘങ്ങൾ വിദേശത്ത് കൂടിക്കാഴ്ചകൾ തുടരുന്നു. ന്യൂയോർക്കിൽ ടിൻ ടവർ ആക്രമണ സ്മാരകം സന്ദർശിച്ച ശശി തരൂരിന്റെ സംഘം. ഡൽഹിയിൽ NDA മുഖ്യമന്ത്രിമാരുടെ യോഗം. നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴും? റിപ്പോർട്ടുകളിലേക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. ആര്യാടൻ ഷൌക്കത്താണോ VS ജോയിയാണോ സ്ഥാനാർത്ഥിയെന്ന് 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കാനാണ് UDF തീരുമാനം. ഈ ആഴ്ച തന്നെ LDF സ്ഥാനാർത്ഥിയെയും അറിയാം. അടുത്ത മാസം 19-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ 25 ദിവസമാണ് മുന്നണികൾക്ക് പ്രചാരണത്തിന് ലഭിക്കുക. 23-നാണ് വോട്ടെണ്ണൽ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ UDFന്റെ സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യമാണ് ആദ്യമായി ഉയരുന്നത്. 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. ഒന്ന് VS ജോയ്, 2 ആര്യടൻ ഷൌക്കത്ത്. VS ജോയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ ഒട്ടനവധിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ MLA ആയിരുന്ന രാജിവെച്ച PV അൻവറിന്റെ പരസ്യ പിന്തുണ തന്നെയാണ്. തനിക്ക് പിൻഗാമിയായി VS ജോയ് വരണമെന്ന് അൻവർ രാജിവെക്ക അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നു. അൻവർ UDFലും ജോയിക്ക് വേണ്ടി വലിയ സമ്മർദ്ദത്തിലെത്തുന്നുണ്ട്. അതിനപ്പുറം മലപ്പുറം DCC പ്രസിഡന്റാണ്, യുവ നേതാവാണ്, മലയോര മേഖലയിൽ നിന്നുള്ള നേതാവാണ്. ഇതെല്ലാം തന്നെ ജോയിയെ സംബന്ധിച്ച് അനുകൂല ഘടകങ്ങളാണെന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ പറയുന്നു. മറുവശത്ത് ആര്യടൻ ഷൌക്കത്ത് ആര്യടൻ മുഹമ്മദിന്റെ പാരമ്പര്യത്തിന്റെ അടയാളമാണ്. തനിക്ക് നിലമ്പൂരിൽ ഏത് സാഹചര്യത്തിലും മത്സരിക്കാനുള്ള അവസരം വേണമെന്ന് അദ്ദേഹം വലിയ സമ്മർദ്ദം ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ചെലുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലുള്ള സ്വാധീനം, എല്ലാ സാമുദായിക സംഘടനകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ തന്നെ ആര്യടൻ ഷൌക്കത്തിന്റെ അനുകൂല ഘടകങ്ങളാണ്. അതിനപ്പുറം അൻവർ നിർദ്ദേശിക്കുന്ന ആൾക്ക് അൻവർ UDFന്റെ ഭാഗമാകുന്നതിന് മുൻപേ അവസരം കൊടുക്കുന്നത് അൻവറിന് അനാവശ്യ മേൽക്കൈ പാർട്ടിയിൽ നൽകുമെന്ന വലിയ ചർച്ചകളും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ഇതും ആര്യടൻ ഷൌക്കത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് കാണുന്നത്. ഈ 2 പേരുകൾക്കപ്പുറം മറ്റൊരു സാധ്യത ഇതുവരെ UDFൽ നിലമ്പൂരിൽ ഇല്ല. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷമേ ആദ്യം LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നായിരുന്നു പാർട്ടി നേതൃത്വങ്ങൾ പറഞ്ഞതെങ്കിലും ഇപ്പോൾ പാർട്ടി സ്വതന്ത്രനെ മത്സരിപ്പിക്കില്ല എന്ന തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ നീങ്ങുന്നത്. മറിച്ച് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ തന്നെ ഏതെങ്കിലും നേതാക്കളായിരിക്കും ഉണ്ടാവുക. DYFയുടെ ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ പേരിനാണ് അതിൽ മുൻതൂക്കമുള്ളത്.
പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VM ഷൗക്കത്ത് അലി, അദ്ദേഹം നിലമ്പൂർ സ്വദേശി, അദ്ദേഹം മഞ്ചേരി സ്വദേശിയാണ്. നിലമ്പൂരിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. ഇനി അതല്ല, അതിനപ്പുറം സ്വതന്ത്രരുടെ പേരുകൾ പരിഗണിക്കുകയാണെങ്കിൽ മാത്യു സെബാസ്റ്റ്യൻ എന്ന മലയോര നേതാവിനെ, അതായത് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ മുൻ നേതാവായിരുന്നു. അദ്ദേഹം മലയോര മേഖലയുടെ നേതാവാണ്. ക്രൈസ്തവ സംഘടനകളുമായി വലിയ ബന്ധമുള്ള ആളാണ്. മലയോര കർഷക മേഖലകളിലും വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരും പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ടാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരിഗണിക്കുകയാണെങ്കിൽ അത്തരത്തിൽ പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതോടൊപ്പം NDAക്ക് വലിയ വോട്ട് ബാങ്കൊന്നും ഇല്ലെങ്കിലും തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് NDAയുടെ ഭാഗത്തുണ്ടാവുക. നവ്യ ഹരിദാസിന്റെ പേരായിരുന്നു ഇവിടെ സജീവമായി ചർച്ചയിലുണ്ടായിരുന്നത്. അതേസമയം ഷോൺ ജോർജിന്റെ പേരും മേഖലയിലെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ ഷോണിന് സാധിക്കുമെന്നൊരു വിലയിരുത്തലുള്ളതുകൊണ്ട് ഷോൺ ജോർജിന്റെ പേര് വരെ ഇവിടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു. നവ്യ ഹരിദാസിന്റെ പേരായിരുന്നു അവസാന ഘട്ടത്തിലും ഈ ഒരു ചർച്ചകളിൽ ഉയർന്നു കേട്ടിരുന്നത്. എന്താണെങ്കിലും ആരാകും ഈ സ്ഥാനാർത്ഥി എന്നതിൽ ഇനി ഏറെ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. ഏറ്റവും പ്രധാനം UDFന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നത് തന്നെയാണ്. അതായിരിക്കും നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതി നിർണ്ണയിക്കുന്ന ഒരു ഘടകവും. നിലമ്പൂരിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. PV അൻവറിന്റെ സാന്നിധ്യമാകും നിലമ്പൂരിൽ UDFും LDFും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. UDF സ്വാധീന മണ്ഡലമായ നിലമ്പൂർ ഇടതുമുന്നണി പിടിച്ചെടുത്തത് അൻവറിന്റെ വ്യക്തിസ്വാധീനം കൊണ്ടുകൂടിയാണ്. അത് നഷ്ടപ്പെട്ടില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത അൻവറിനുണ്ട്. അതിനാൽ PV അൻവറിനും നിലമ്പൂർ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. പരമ്പരാഗത UDF ശക്തി കേന്ദ്രം 1967 കുഞ്ഞാലിയും 1982 TK ഹംസയും ജയിച്ചതൊഴിച്ചാൽ നിലമ്പൂർ എക്കാലവും UDF അനുകൂല മണ്ഡലം തന്നെയായിരുന്നു. ഒരു തവണ ഇടതിനൊപ്പം നിന്ന് ആര്യാടൻ മുഹമ്മദും ജയിച്ചു. പിന്നെ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച ആര്യാടൻ ഒഴിയും വരെ നിലമ്പൂരിൽ കോൺഗ്രസ് പതാക താഴ്ന്നില്ല. 2016 PV അൻവറിലൂടെയാണ് നിലമ്പൂരിൽ ചെങ്കൊടി ഉയർന്നത്. പരാജയപ്പെട്ടത് ആര്യാടന്റെ മകൻ ഷൗക്കത്തും. 2 തവണ വിജയിക്കാൻ അൻവറിന് തുണയായത് രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറമുള്ള വ്യക്തിബന്ധങ്ങളായിരുന്നു. കോൺഗ്രസുകാരനായിരുന്നപ്പോഴും തെറ്റിപ്പിരിഞ്ഞപ്പോഴും അൻവർ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തി. മുസ്ലിം ലീഗ് വോട്ടുകളും വലിയൊരളവിൽ അൻവർ ലഭിച്ചു. ഇടത് വോട്ടുകൾ കൂടിയായപ്പോൾ അൻവർ ജയിക്കുകയായിരുന്നു. അൻവർ നിലമ്പൂരിൽ ഒരു ഘടകമേ അല്ല എന്ന് സ്ഥാപിക്കലാണ് CPMന്റെ ലക്ഷ്യം. ഒരു നെറികെട്ട പ്രവർത്തനമാണ്, ഒറ്റുകൊടുക്കുന്ന നിലയാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. UDFന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് എന്ന് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ അൻവറിന്റെ സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അൻവറിന്റെ സഹായ സഹകരണങ്ങൾ പൂർണ്ണമായിട്ട് UDFനോടൊപ്പം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ടാവും. 2016 11,504 വോട്ടിനാണ് അൻവർ മണ്ഡലം CPMന് വേണ്ടി പിടിച്ചെടുത്തത്. പക്ഷേ 2021 VV പ്രകാശിനെതിരെ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു അൻവർ. ഭൂരിപക്ഷം 2700 ചുരുങ്ങി. അൻവറിന്റെ ജനസ്വാധീനം കുറഞ്ഞതിന് തെളിവായാണ് CPM ഇത് കാണുന്നത്. അൻവർ മത്സരിച്ചാൽ ലഭിക്കാവുന്ന വോട്ടുകൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യാൻ അൻവറിന് കഴിയില്ലെന്നും CPM വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ നിലമ്പൂരിൽ മത്സരം LDFും UDFുമായി ആകില്ല, അൻവറും CPMും തമ്മിലാകും. അൻവറിനെ തോൽപ്പിക്കാൻ CPMും തോൽക്കാതിരിക്കാൻ അൻവറും ഏതറ്റം വരെയും പോകുമെന്നുറപ്പ്. അതുതന്നെയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആവേശപ്പോരാക്കുന്നത്. UDF ജയിച്ചാൽ ജയിക്കുന്നത് അൻവർ കൂടിയാകും. UDFിൽ അൻവറിന്റെ ഭാവിയും കൂടുതൽ ശോഭനമാകും. തോറ്റാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നിലമ്പൂരിലേത് 3ാം LDF സർക്കാരിലേക്കുള്ള തുടക്കമായിരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സര രംഗത്തെന്നും LDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും. പിന്നെ പരീക്ഷണമില്ലായ്മൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും. വൻ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂരിൽ വിജയമുറപ്പെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇടതുമുന്നണിയിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. UDF സ്ഥാനാർത്ഥിയെ നോക്കിയാകില്ല ഇടത് സ്ഥാനാർത്ഥിയുടെ തീരുമാനമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷിച്ച് നേരത്തെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നല്ല നിലയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജൂൺ 19 ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഇലക്ഷൻ നല്ല നിലയിൽ നേരിടുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ആ ആത്മവിശ്വാസവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂര് സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം CPM-നെ അനുവദിച്ച സീറ്റാണ്. അതുകൊണ്ട് ആ സീറ്റിൽ CPM ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ആവശ്യമായിട്ടുള്ള ആലോചന നടക്കും. പക്ഷേ സ്ഥാനാർത്ഥി തീരുമാനം അതിന്റെ സമയത്ത് തന്നെ പ്രഖ്യാപിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. UDF-ന്റെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ വിജയം കൈവരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നടത്തി വരികയാണ്. നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷിച്ച് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലമ്പൂരിലേത് ഇടതുപക്ഷം വിജയിക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പെന്ന മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ LDF-ന്റെ കൺവീനറും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും സെക്രട്ടറിമാരും ഒക്കെ തന്നെ പറയും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഇമ്പാക്ട് ഇല്ലെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. അൻവർ പോകുമ്പോൾ പാർട്ടി ആകെ ഒലിച്ചു പോകുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഒരു പോറൽ പോലും ഏറ്റില്ലെന്ന് കാലം തെളിയിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ ചിയർഫുൾ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. UDF സജ്ജമാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നും UDF-ന്റെ കൂടെ അൻവർ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. ഇലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ട് UDF സുസജ്ജമാണ്. ഞങ്ങൾ അവിടെ 263 ബൂത്ത് കമ്മിറ്റികളുണ്ട്. ആ ബൂത്ത് കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നു. പുതിയതായി വന്ന 59 ബൂത്ത് കമ്മിറ്റികളടക്കം 263 ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഞങ്ങൾ 8000-ലധികം പുതിയ വോട്ടർമാരെ ഞങ്ങൾ നിലമ്പൂരിൽ ചേർത്തിട്ടുണ്ട്. സംഘടന കോൺഗ്രസും UDF-ഉം സുസജ്ജമാണ്. UDF-ന്റെ തന്നെ എല്ലാ പാർട്ടികളിലെയും കൺവെൻഷൻ കഴിഞ്ഞു. UDF-ന്റെ പരിപാടിയിൽ ഞാൻ പോയിരുന്നു. എല്ലാം സുസജ്ജമാണ്. ഏത് സമയത്ത് ഇലക്ഷൻ വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്കറിയാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഞായറാഴ്ച ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ 24 മണിക്കൂറിനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. അതിന് യാതൊരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവില്ല. UDF സ്ഥാനാർത്ഥിയെ കൂട്ടായ തീരുമാനത്തിലൂടെ പ്രഖ്യാപിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അൻവറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല സ്ഥാനാർത്ഥി നിർണയം. എന്നാൽ അൻവറുമായി ആശയവിനിമയം നടത്തും. സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് കോൺഗ്രസ് ആണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDF ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പ്രവർത്തിക്കും. സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനാണ് അവിടെ മത്സര രംഗത്ത് വരാനുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാവരുമായി അതുപോലെ മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വലിയ കാലതാമസമില്ലാതെ ഞങ്ങൾ നടത്തുന്നതാണ്. അല്ല, PV അൻവർ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടായി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നിലമ്പൂരിൽ എല്ലാം കൊണ്ടും UDF-ന് അനുകൂലമായ സ്ഥിതിയെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. UDF സജ്ജമാണ്, നിങ്ങൾക്കറിയാലോ. ആദ്യം തന്നെ UDF ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി സജ്ജായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണല്ലോ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. UDF
ഒന്നിലധികം തവണ ഇലക്ഷൻ റെഡിയാണ്, എല്ലാം സജ്ജാണ് എന്ന് പറഞ്ഞാണ്. മാത്രമല്ല ഒരു റൗണ്ട് കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് പിന്നെ ഉണ്ടായത്. എല്ലാം കൊണ്ടും UDF അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. സ്ഥാനാർത്ഥി അറിയേണ്ട താമസമേ ഉള്ളൂ, UDF ജയിക്കുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെ പറയാണ്. അതാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും. കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്, അവർ താമസിക്കേണ്ട കാര്യമില്ല. നിലമ്പൂരിൽ വിജയം സുനിശ്ചിതമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പ്രതികരിച്ചു. പിണറായി സർക്കാരിനെതിരായ പോരാട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും AP അനിൽകുമാർ പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ UDF വൻ വിജയം നേടുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും പ്രതികരിച്ചു. യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും UDFന് ആശങ്കയില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സംഘടനാ തലത്തിൽ പുതിയ ടീമിന് കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും BJPയുടെ പ്രധാന ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. BJP കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. മൊത്തം കേരളത്തിലെ സ്ഥിതി നിലമ്പൂരും ഉണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ജയിലിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അഫാനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? ആര്യ, രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഇയാളെ TV കാണാനായി, ഇയാൾ ഒറ്റയ്ക്കൊരു സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. കൊടും ക്രൂരമായ ഒരു കൊലപാതകങ്ങൾ ചെയ്ത ആളാണ് അഫാൻ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചത്. പക്ഷേ ഇന്ന് തടവ് പുള്ളികൾക്ക് TV കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. TV കാണാനായി സെല്ലിന് പുറത്തിറക്കിയ ഇയാൾ ശുചിമുറിയിൽ പോകാനെന്ന് പറഞ്ഞ് സെല്ലിന് പുറത്തുള്ള ശുചിമുറിയിലേക്ക് കയറുകയായിരുന്നു. അവിടെ ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് ഇയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് അഫാൻ ഇപ്പോൾ ചികിത്സയിലുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നിന്ന് ഈ 11 മണിയോട് തന്നെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇയാളെ സെൻട്രൽ ജയിലിലെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. അല്പസമയം ഇയാളെ കഴുത്തിൻ്റെ CT സ്കാൻ എടുക്കാനായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് തുടരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. വെഞ്ഞാറമൂടിൽ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സഹോദരനും കാമുകിയും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെ ഉള്ള ആളുകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അഫാൻ. ഇയാൾ നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണത കാട്ടിയിരുന്നു. അയാൾ കൊലപാതകത്തിന് ശേഷം മരിക്കാനാണ് താനും ശ്രമിച്ചതെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനുശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിലും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അത്തരമൊരു പ്രവണതയുള്ള ആളായതുകൊണ്ട് തന്നെ അയാളെ വലിയ നിരീക്ഷണത്തിലാണ് സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. സാധാരണഗതിയിൽ തടവ് പുള്ളികളെ ജില്ലാ ജയിലിലും സബ് ജയിലിലുമൊക്കെയാണ് പാർപ്പിക്കാറുള്ളത് ഈ റിമാൻഡ് പ്രതികളെ. പക്ഷേ ഇയാളെ ഈ കുറ്റത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തും ഇയാളുടെ മാനസികാവസ്ഥ പരിഗണിച്ചുമൊക്കെയാണ് സെൻട്രൽ ജയിൽ തടവിൽ പാർപ്പിച്ചിരുന്നത്. അതിനിടയിലാണ് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാളെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇയാളിപ്പോൾ ചികിത്സയുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ അഫാനുണ്ട്. ചികിത്സ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതീവ ഗുരുതരാവസ്ഥയിൽ ഇയാളുണ്ട്. കഴുത്തിന് കുരുക്ക് ഇട്ട ഇയാൾ മുണ്ടിൽ കുരുക്കിട്ട ഇയാൾ മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നേരത്തെയും ഇയാൾ ഈ പ്രവണതകൾ പ്രകടിപ്പിച്ച ആളാണ്. ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത്. TV കാണിക്കാനായി പുറത്തിറക്കി. ജയിൽ ഉദ്യോഗസ്ഥൻ ശ്രദ്ധ മാറിയ സമയത്ത് ഇയാൾ ശുചിമുറിയിൽ കയറി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിൽ ഇയാൾ ചികിത്സ തുടരുന്നു. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ഇയാളുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ ആരോഗ്യം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ആര്യ, തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് അഫാൻ ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് അഫാൻ ഉള്ളത്. മെഡിക്കൽ കോളേജിൽ നിന്ന് സാരംഗ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, എന്താണ് ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ്?
തീർച്ചയായും ആര്യ, ഇന്ന് രാവിലെ 11 കൂടിയായിരുന്നു ശുചിമുറിയിൽ അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. 11:25 വാർഡൻ ഇത് കാണുകയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് MICയിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് ആദ്യം ലഭിച്ച വിവരം. പിന്നീട് കഴുത്തിൽ കുടുങ്ങിയ കയർ അത്യാവശ്യം നല്ല രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതുപോലെ തന്നെ അത്യാസന്ന നിലയിലാണ് നിലവിൽ അഫാനെ പ്രവേശിപ്പിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ അറിയുന്ന വിവരം ഗുരുതരാവസ്ഥയിലാണ് അഫാൻ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ആയിരുന്നു സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതി കുറ്റം നടത്തിയ ഫെബ്രുവരി 24 തന്നെ എലിവേഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതിനുശേഷം ഇത് 2ാമത്തെ തവണയാണ് പ്രതി ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. ഉണക്കാനിട്ടിരുന്ന തുണി ഉപയോഗിച്ചായിരുന്നു കഴുത്തിൽ കുരുക്കി ആത്മഹത്യാ ശ്രമം നടത്തിയത്. പെട്ടെന്ന് തന്നെ വാർഡൻ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആശുപത്രി വരെ എത്തിക്കാൻ കഴിയുന്നതും. നിലവിൽ ഗുരുതരാവസ്ഥയിലാണ് അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ വിവരം ലഭ്യമാവുന്നതാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതി ആരോഗ്യ നില മോശമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ നമ്മളോട് നൽകുന്ന വിവരം. സാരംഗ് സുധാകരനും VV അരുണുമാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 20 പ്രൈം മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച് BJPയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുന്നു. LDF, UDF മുന്നണികളിൽ നിന്ന് ജനസ്വാധീനമുള്ള നേതാക്കളെ ഒപ്പം ചേർത്ത് സാധ്യതയേറിയ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും കടുത്ത പോരാട്ടം നടക്കുന്ന തലസ്ഥാനത്തെ 2 മണ്ഡലങ്ങളിലായി മത്സരരംഗത്ത് ഇറങ്ങുമെന്നാണ് സൂചന. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അനൌദ്യോഗിക പ്രചാരണം നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘടനാ തലത്തിൽ പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത്. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായ കുമ്മനം രാജശേഖരനും മത്സരരംഗത്ത് ഇറങ്ങിയേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,613 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിനു പുറമെ വട്ടിയൂർക്കാവിൽ 8,162, കഴക്കൂട്ടത്ത് 10,842, കാട്ടക്കടയിൽ 4,779, ആറ്റിങ്ങലിൽ 6,287 ഇങ്ങനെയായിരുന്നു BJPയുടെ ഭൂരിപക്ഷം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നെയ്യാറ്റിൻകരയിലും കോവളത്തും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. വിജയപ്രതീക്ഷയുള്ള പ്രൈം മണ്ഡലങ്ങളിൽ LDFിലെയും UDFിലെയും അസംതൃപ്തരായ നേതാക്കളെയും പ്രവർത്തകരെയും ഒപ്പം കൂട്ടാനുള്ള ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചതായാണ് വിവരം. സംഘടനാ തലത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും വീഴ്ചകളും പരിഹരിച്ച് മത്സരരംഗത്ത് സജീവമായാൽ 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയമുറപ്പിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന 400 കണ്ടെയ്നറുകളും നഷ്ടപ്പെട്ടു. സാഹചര്യം നിരീക്ഷിച്ച് കപ്പലിൽ തുടരുകയായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേരെ നാവികസേന രക്ഷപ്പെടുത്തി. അതേസമയം അപകടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. കപ്പലിനെ ഉയർത്തി കരയിലെത്തിക്കാനുള്ള മണിക്കൂറുകൾ നീണ്ട ശ്രമം വിഫലം. കപ്പൽ നിവർത്തി കണ്ടെയ്നറുകൾ മാറ്റാൻ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ എത്തിച്ചെങ്കിലും മോശം കാലാവസ്ഥ വില്ലനായി. നേരത്തെ 26 ഡിഗ്രിയാണ് കപ്പൽ ചരിഞ്ഞിരുന്നതെങ്കിൽ രാവിലെ അത് 30 ഡിഗ്രിയിലധികമായി. ഇതോടെ കണ്ടെയ്നറുകൾ കൂടുതലായി കടലിലേക്ക് പതിച്ചു. കപ്പലിനുള്ളിലേക്ക് വെള്ളവും ഇരച്ചു കയറി. സ്ഥിതി വഷളായതോടെ ക്യാപ്റ്റനടക്കം 3 ജീവനക്കാരെ INS സുജാതയെത്തി രക്ഷപ്പെടുത്തി. പിന്നാലെ MSC എൽസാത്രി പൂർണ്ണമായി മുങ്ങി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള 3 പേരെ കൊച്ചി നാവികസേനയുടെ ആസ്ഥാനത്തും ബാക്കി 21 പേരെ കോസ്റ്റ് ഗാർഡിന്റെ ഫോർട്ട് കൊച്ചിയിലെ ആസ്ഥാനത്തും എത്തിച്ചു. കപ്പലിൽ നിന്നും എണ്ണ പടരുന്നതിനാൽ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് സംഭവസ്ഥലത്ത് തന്നെ തുടരുകയാണ്. കടലിൽ വീണ കണ്ടെയ്നറുകൾ തീരത്തടിയാനുള്ള സാഹചര്യമുള്ളതിനാൽ എറണാകുളം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള തീരപ്രദേശത്ത് കനത്ത ജാഗ്രത പുലർത്തുകയാണ്.
കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ തീരരക്ഷാസേനയുടെയും നാവികസേനയുടെയും ദൌത്യം ഏതാണ്ട് പൂർത്തീകരിക്കുന്നു. കാരണം മുഴുവനായുമുള്ള ജീവനക്കാരെ ഇതിൽ നിന്ന് മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്നലെ രാത്രി കപ്പലിൽ തുടർന്നത് ക്യാപ്റ്റൻ അടക്കം 3 ജീവനക്കാരാണ്. കപ്പൽ ഏതുവിധേനയും തിരിച്ചത് ശരിയായ ദിശയിലാക്കുക എന്നതായിരുന്നു. പക്ഷേ ആ ദൌത്യം പരാജയപ്പെട്ടിരിക്കുന്നു. തുടർന്നാണ് 3 പേരെയും അവിടെ നിന്ന് നാവികസേന ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ശേഷിക്കുന്നവരെ തീരരക്ഷാസേനയുടെ കപ്പലിൽ അവരുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും കപ്പൽ തിരിച്ചെടുക്കാൻ കഴിയില്ലാതെ ആഴങ്ങളിലേക്ക് മറയുന്നു. ഇനിയുള്ളത് ആ കണ്ടെയ്നറുകൾ അത് സുരക്ഷിതമായി ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ചർച്ച തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ കെ പി ദാനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കപ്പലിൽ നിന്ന് മറൈൻ ഓയിൽ ചോർന്നതോടെ എണ്ണപ്പാട പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. കണ്ടെയ്നറുകൾ ഉച്ചയോടെ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ തീരത്തടിയാനാണ് കൂടുതൽ സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. കണ്ടെയ്നറുകൾ തൊടരുതെന്നും സംശയകരമായ വസ്തുക്കൾ തീരദേശത്ത് കണ്ടാൽ അറിയിക്കണമെന്നുമാണ് നിർദ്ദേശം. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഡൊണിയറും 2 കപ്പലുകളും എണ്ണപ്പാടയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ ഡിസ്പേഴ്സൻസ് ഉൾപ്പെടെയുള്ളത് അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും സാധ്യത കൂടുതൽ ആലപ്പുഴ തീരത്താണ്. കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. സൾഫർ അടങ്ങിയ ലോ സൾഫർ മറൈൻ ഓയിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. കണ്ടെയ്നറിന്റെ ഉള്ളിലെ കണ്ടന്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് നേരിട്ട് വിവരമില്ല. ആ സ്പ്രെഡ് ആയിട്ടുള്ളത് വലിയ അളവിലല്ല. ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം നടത്തരുത് എന്നാണ് ആ നിർദ്ദേശം ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി എല്ലാ തീരദേശ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ കനത്തതോടെ വ്യാപക നാശനഷ്ടം. ഇടുക്കി പാമ്പാടുംപാറയിൽ മരം വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. മലപ്പുറം അരീക്കോട് വീടിന്റെ ചുമർ തകർന്ന് കൈക്കുഞ്ഞിന് പരിക്കേറ്റു. മലങ്കര ഭൂതത്താൻകെട്ട് ഡാമുകളും തുറന്നു. മിനിഞ്ഞാന്ന് തുടങ്ങിയ മഴ ശക്തമായി തുടരുകയാണ്. മരങ്ങൾ വ്യാപകമായി കടപുഴകിയത് വലിയ നാശം വരുത്തി. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലാണ്. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇടുക്കി പാമ്പാടുംപാറയിൽ മരം വീണ് പരിക്കേറ്റ തൊഴിലാളി സ്ത്രീ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് തേനി മെഡിക്കൽ കോളേജിൽ മരിച്ചത്. വിറക് ശേഖരിക്കുന്നതിനിടെയാണ് മരം വീണത്. രാജകുമാരിയിൽ വീടിനു മുകളിലേക്കും മരം വീണു. മലപ്പുറം അരീക്കോട് വാലില്ലാപ്പുഴയിൽ മതിൽ വീട്ടിലേക്ക് ഇടിഞ്ഞു വീണ് കൈക്കുഞ്ഞിന് പരുക്കേറ്റു. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പന്നിയേരി ഉന്നതിയിലാണ് അപകടം. ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. തൊട്ടിൽപ്പാലത്ത് കരിങ്ങാട് തോടിന്റെ തീരമിടിഞ്ഞു. 4 കുടുംബത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പാലക്കാട് അട്ടപ്പാടിയിൽ ധോണികുണ്ട് കാരറ റോഡ് ഒലിച്ചുപോയി. ഒറ്റപ്പാലം 19 മൈലിൽ മരം റോഡിലേക്ക് വീണതിനെ തുടർന്ന് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തിരിപ്പാലയിൽ ടൂറിസ്റ്റ് ബസിന് മുകളിൽ മരം വീണു. പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ടയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2 കിലോമീറ്ററോളം ഒഴുക്കിനൊപ്പം നീന്തിയ ശേഷമാണ് അദ്ദേഹം കരയ്ക്ക് കയറിയത്. തിരുവല്ല പൊടിയാടിയിലും വ്യാപക നാശമുണ്ട്. തെങ്ങ് കടപുഴകി വീണ് 7 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കോന്നി ഇളകൊള്ളൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. മഴയും നീരൊഴുക്കും കനത്തതോടെ ഡാമുകളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജലനിരപ്പ് ക്രമീകരിക്കാൻ ഭൂതത്താൻകെട്ട്, മലങ്കര ഡാമുകൾ തുറന്നു. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരുന്ന ജീവനക്കാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെയായിരുന്നു കൊച്ചിയിൽ 1:30 ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ, ലൈജീരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽപ്പെട്ട കപ്പലിൽ 24 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ, ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുവാൻ വേണ്ടി ആ കപ്പലിൽ തന്നെ തുടരുകയായിരുന്നു. അവരെ ഇന്നാണ് രക്ഷിച്ചത്. ബാക്കി എല്ലാവരെയും കഴിഞ്ഞ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. എല്ലാവരെയും കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, വിശദാംശങ്ങൾ. ആര്യ, ഇപ്പോൾ കൊച്ചിയുടെ തീരത്തേക്ക് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജീവനക്കാരുമായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ
ICG അർണേഷ് ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. 21 ജീവനക്കാരാണ് ഇതിലുള്ളത്. 3 ക്യാപ്റ്റൻ അടക്കം ഏറ്റവും അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയ 3 പേരെ നാവികസേന ആസ്ഥാനത്തേക്കാണ് എത്തിച്ചിട്ടുള്ളത്. മറ്റ് 21 പേരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇതാ ഇപ്പോൾ കടന്നു പോകുന്നു. കോസ്റ്റ് ഗാർഡ് ജെട്ടിയിലേക്കാണ് ഇവർ എത്തിക്കുന്നത്. ആർക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് പൊതുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും അതോടൊപ്പം തന്നെ നാവികസേനയുടെ 1 കപ്പലുമാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. അതായത് കപ്പൽ മുങ്ങിയ കപ്പൽ അതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു അവസാന ശ്രമവും ഇന്നലെ രാത്രി എല്ലാം തന്നെ തുടർന്നിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അത് കൂടുതൽ ചരിഞ്ഞതോടുകൂടിയാണ് ആ ദൗത്യം ഉപേക്ഷിക്കുകയും കപ്പൽ പൂർണ്ണമായും മുങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തത്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തു. ഏതാണ്ട് 643ഓളം കണ്ടെയ്നറുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഫർണസ് ഓയിലും ഡീസലും അടക്കമുള്ള ഇന്ധനവും കപ്പലിൽ ഉണ്ട്. ഏതായാലും അത് കടലിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്നു. മറ്റ് കണ്ടെയ്നറുകൾ അതിൽ ഗുരുതര സ്വഭാവമുള്ള വസ്തുക്കൾ അടങ്ങിയ 13 കണ്ടെയ്നറുകളാണ് ഉള്ളത്. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനെല്ലാം തന്നെ ഉറപ്പാക്കാനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ICG സക്ഷം എന്ന കപ്പൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഇന്ധന ചോർച്ചയോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് ഈ കപ്പലിന്റെ പ്രാഥമികമായ ദൗത്യം. അത് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള ഇന്ധന ചോർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലുള്ള ഒരു ആശ്വാസമാണ്. നിലവിലെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ആശ്വാസകരം തന്നെയാണ്. ഇനി ഇപ്പോൾ മറ്റ് കണ്ടെയ്നറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ ശക്തമായ ഒഴുക്കിലാണ് പെട്ടിരിക്കുന്നത്. അത് ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് രീതിയിലേക്ക് ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നത് സംബന്ധിച്ച്. അതനുസരിച്ച് കൊച്ചിയുടെയും അതോടൊപ്പം എറണാകുളവും ആലപ്പുഴയും ഉൾപ്പെടുന്ന തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും MSC എൽസ 3 എന്ന കപ്പൽ അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ റഷ്യക്കാരനായ ക്യാപ്റ്റൻ സംഘത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. കപ്പൽ നേരത്തെ ഉണ്ടായിരുന്നതിലും ഇന്ന് പുലർച്ചയോടുകൂടി എത്തുമ്പോൾ അത് കൂടുതൽ ചരിയുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് കപ്പൽ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അവസാനവട്ട ശ്രമവും നടത്തുമ്പോൾ തീരരക്ഷാസേനയുടെ 2 കപ്പലുകളും ഡോണയർ വിമാനവും നാവികസേനയുടെ 1 കപ്പലും ഹെലികോപ്റ്ററും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പൂർണ്ണമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഈ നമ്മുടെ തീരദേശാസേനയും നാവികസേനയുടെയും സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെയാണ് അവർ രക്ഷാദൌത്യത്തിലും പങ്കെടുത്തത്. രക്ഷാസേനയുടെ സൈനികർ അവർക്കൊപ്പം രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുകയും മുഴുവൻ പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ നിമിഷ നേരം കൊണ്ട് സന്ദേശം കിട്ടിയ നിമിഷ നേരം കൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെയും അതോടൊപ്പം തന്നെ നാവികസേനയുടെയും രക്ഷാദൌത്യം ആരംഭിക്കുകയും അവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. ആദ്യം ഡോണർ വിമാനങ്ങൾ പരിസരം നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ അവിടേക്ക് എത്തുകയും ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ഈ കണ്ടെയ്നറുകൾ നിറഞ്ഞ കപ്പൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ജീവനക്കാർ അവരുടെ ഒരു അവസ്ഥ എന്താണ്, അവരെ ഏത് രീതിയിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നതെല്ലാം തന്നെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൽ അപകടകരമായ കെമിക്കലുകൾ അടങ്ങിയ കണ്ടെയ്നറുകളും ഇതിലുണ്ട് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മറ്റ് വിഷയങ്ങൾ ഒന്നുമില്ലാതെ, കാരണം അപകടാവസ്ഥ ഏത് സമയം തന്നെ ഉണ്ടാകും, അത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ച് നിർത്തുകയും വേണം. ഒപ്പം തന്നെ ഇതിലുള്ള മനുഷ്യജീവനുകൾ അത് സുരക്ഷിതമാക്കുകയും വേണം. അങ്ങനെ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതീവ ദുഷ്കരമായ ഒരു ദൗത്യം തീർത്തും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സേനകൾ ഏറ്റെടുക്കുകയായിരുന്നു. അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ജീവനക്കാരെ മുഴുവൻ പേരെയും രക്ഷിക്കുകയാണ് തങ്ങളുടെ ദൗത്യമെന്നത് വിശദീകരിച്ചു. അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞു. ഇതിനുശേഷം ഇനിയുള്ളത് ഈ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ളൊരു നിരീക്ഷണവും സാഹചര്യവും എല്ലാമാണ് നടത്തേണ്ടത് എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഈ
ഈ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ, കടലിലെ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് കോസ്റ്റ് ഗാർഡാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രത്യേക കപ്പലായ ICG സക്ഷം അവിടെ തുടരുകയും ചെയ്യുന്നത്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് അവർ കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഇന്ധന ചോർച്ചയില്ല എന്നൊരു റിപ്പോർട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ അവർ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്നത് അവർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും അതീവ ദുഷ്കരമായ ഒരു ദൗത്യം നമ്മുടെ സേനകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. തീർത്തും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യജീവന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് സേന പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇപ്പോൾ തീരത്തേക്ക് അടുക്കുന്നതാണ്. വൈകാതെ അവർ രക്ഷപ്പെടുത്തിയ ജീവനക്കാരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യും. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങിയെങ്കിലും അതിലെ എല്ലാ ജീവനക്കാരെയും 24 ജീവനക്കാരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ ജീവനക്കാരുമായി ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ കൊച്ചി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ ഇപ്പോൾ കൊച്ചിൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാനി, ഇനി നമുക്ക് മുന്നിലുള്ള ആശങ്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരത്തടിയുമെന്ന് പറഞ്ഞ കണ്ടെയ്നറുകളാണ്. തീരത്ത് ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്? അതോടൊപ്പം ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ജീവനക്കാരും ക്യാപ്റ്റനും അടക്കം ഈ തീരത്തേക്ക് എത്തിയതിനു ശേഷം ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? യെസ്, ഡാനി പോളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങിയെങ്കിലും ആ കപ്പലിലുണ്ടായിരുന്ന 24 പേരെയും ക്യാപ്റ്റൻ അടക്കം 24 ജീവനക്കാരെയും രക്ഷിക്കാൻ കഴിഞ്ഞു നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അവരെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ കൊച്ചിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടു കൂടി ജീവൻ തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തിൽ കൈകളൊക്കെ വീശി തീരത്തേക്ക് അടുക്കുന്ന ജീവനക്കാരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. ഈ ജീവനക്കാരും ക്യാപ്റ്റൻ അടക്കം തീരത്തേക്ക് എത്തുമ്പോൾ ഈ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു കൂടുതൽ വ്യക്തത അവർ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ് ആര്യ. കാരണം കൂടുതൽ കാര്യങ്ങൾ ഏത് രീതിയിലാകും എന്നത് സംബന്ധിച്ച കൂടുതൽ വസ്തുതകൾ നമുക്ക് വ്യക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അവർ ഇവിടേക്ക് എത്തും, വൈകാതെ എത്തും. ഇതിൽ എന്താണ് സംഭവിക്കുക, അപകട കാരണം എന്ത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകാതെ അത്തരം വിശദീകരണങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കപ്പലിനെ ആദ്യഘട്ടത്തിൽ കപ്പലിലെ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു പ്രഥമ പരിഗണന. ജീവൻ രക്ഷിച്ചതിനു ശേഷം കപ്പൽ ഉയർത്തിയെടുക്കാൻ പരമാവധി ശ്രമിച്ചു. കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒരു ദിവസം മുഴുവൻ ക്യാപ്റ്റനും മറ്റ് 2 ജീവനക്കാരും ഈ കപ്പൽ നിയന്ത്രണ വിധേയമാക്കാൻ കപ്പലിൽ തന്നെ തുടരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിശ്രമങ്ങളെല്ലാം വിഫലമായി. കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അടിഭാഗം തകർന്നാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ ഉച്ചയോടുകൂടി. കപ്പലിനെ വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അതിലുണ്ടായിരുന്ന എല്ലാ കണ്ടെയ്നറുകളും കടലിലേക്ക് പതിച്ചു എന്നുള്ളത് ആശങ്കയായി തന്നെ തുടരുകയാണ്. കടലിൽ എണ്ണപ്പാട പടർന്നിട്ടുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള അടിയന്തര നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഗവൺമെന്റ് തലത്തിൽ നടക്കുകയും എന്ത് നടപടി സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ഉച്ചയോടുകൂടി ഈ കണ്ടെയ്നറുകളിൽ ചിലത് ആലപ്പുഴ തീരത്തോ എറണാകുളം തീരത്തോ അടിയാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിൽ അടിയുകയാണെന്നുണ്ടെങ്കിൽ തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ആ കണ്ടെയ്നറിന് അടുത്തേക്ക് പോകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ലൈബീരിയൻ കപ്പലിലെ ക്യാപ്റ്റൻ, അദ്ദേഹം തീരത്തേക്ക് മടങ്ങിയെത്തിയതിന്റെ കാഴ്ചകളാണ്. തുടക്കത്തിൽ അദ്ദേഹത്തെ ഈ കപ്പലിൽ നിന്ന് രക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം തീരെ അവശനായിരുന്നു. പരമാവധി ആ കപ്പൽ നിയന്ത്രണ വിധേയമാക്കാനും തിരികെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ
പരിശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം കടലിൽ തന്നെ ഒരു ദിവസം തുടരുകയും ചെയ്തിരുന്നു. ആ തകർന്ന കപ്പലിൽ തന്നെ തുടരുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പരിശ്രമം ഒക്കെയും വിഫലമായി. പിന്നീട് അദ്ദേഹത്തെയും കൂടി കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി നടത്തിയ രക്ഷാദൌത്യത്തിൽ രക്ഷിച്ച് ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Indian Coast Guard to save us, and they take care about us since yesterday, and the monitoring, good communication, and we are survivors in time, and it's good job. Thank you very much. What happened in the sea actually? It's just technical problem with some systems of vessel. No collision? Not collision. No. This is just inside problems the vessel. Actually, weather was the... Weather, yes. Also weather incoming was bad. Night time before was weather very bad, and this whole situation is... That may be the real cause of this accident, no? I don't know. When did you start feeling this issue, sir? What? When did you start feeling the problem? Like which day? Yesterday or today? Yes, yesterday, since night. Yes. Night started. Yeah. Can you please explain what happened? What happened at that time in the ship? I could not say exactly what kind of problem exactly, because it will be investigation and company will inform it. One more thing, sir. How the Navy and Coast Guard operation? Yeah, this is best guys, and very professional, and good communication was with them, and all of you healthy? Yes, all healthy, just everybody good. Some of you jumped into the sea and you are healthy then? Yes, we are good. Okay, thank you. ലൈബീരിയൻ ചരക്ക് കപ്പലിലെ ക്യാപ്റ്റനാണ് സംസാരിച്ചത്. ഇപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് തന്നെയാണോ ഈ അപകട കാരണമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത്തരത്തിലൊരു ഉത്തരം നൽകാൻ കഴിയില്ല. അറിയില്ല എന്ന ഉത്തരത്തിൽ അദ്ദേഹം ഒതുക്കുകയായിരുന്നു. ഒരുപക്ഷെ കൂടുതലായ പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തേണ്ട എന്ന് കരുതിയിട്ടാകും. എന്തായാലും എല്ലാവരും സുരക്ഷിതരാണ്, എല്ലാവരും ആരോഗ്യവാന്മാരാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും രക്ഷാ ദൗത്യത്തെ പ്രശംസിക്കുകയും ചെയ്തു. വളരെ മികച്ച രീതിയിൽ, വളരെ പ്രൊഫഷണലായ രീതിയിൽ അവർ അവരുടെ കർമ്മം നിർവഹിച്ചു എന്ന പ്രശംസ കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും അവിടെ സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസുകളിൽ കയറ്റി ഒരു പ്രാഥമിക പരിശോധന എന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ആര്യ, കാണുക, എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന്. കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്ത് നിന്നാണ്. കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്ത് ഇപ്പോൾ ICG ആർണേഷ് എന്ന കപ്പൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ ഡെക്കിൽ വന്ന് നിൽക്കുന്ന അവിടെ ജീവനക്കാരെയാണ്, കപ്പൽ ജീവനക്കാരെയാണ്. വളരെ ആശ്വാസകരമായ, സന്തോഷഭരിതമായ ഒരു മുഖത്തോടെ നമുക്ക് കാണാം. കാരണം തീർത്തും ഒരു പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ തിരിച്ച ജീവിതത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പോലും അവർക്ക് സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി നാവികസേനയുടെയും തീരരക്ഷാസേനയുടെയും ഒരു ഇടപെടൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷവും ആശ്വാസവും എല്ലാം തന്നെ അവരുടെ ആ മുഖങ്ങളിൽ കാണാൻ നോക്കുക. 21 ജീവനക്കാർ അവർ ഇവിടെയുണ്ട്. ഇപ്പോൾ ആ കോസ്റ്റ് ഗാർഡിന്റെ ജെട്ടിയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു. വൈകാതെ ഇവർ ഷിപ്പിൽ നിന്ന് ഇവിടേക്ക് വരികയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ തീർത്തും ദുഷ്കരമായ ഒരു ദൗത്യം അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നലെ മുതൽ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കേട്ട വാർത്തകളിൽ വലിയ ആശങ്കകൾ. ഒരു നിമിഷം. Distress call from motor vessel MSC Elsa 3. It was Saturday and the crew were off. Indian Navy deployed 2 ships, INS Satpura and INS Sujata. INS Sujata arrived at 1900 hours on the scene and Satpura arrived at 2000 hours. The situation that we faced at that point of time, the challenges that we faced were that we had adverse conditions. We had wind speeds gusting up to 40 knots. We had debris in the water. We had containers in the water.
which made approaching the ship, and particularly at night time, very difficult. In the evening, 21 crew were rescued by ICGS Arnvesh. This morning, the remaining 3 crew, that is the captain, the first engineer and the second engineer, were rescued. All 3 were administered first aid. They're all safe now. At this point, I'd like to only state that we were prepared for every contingency, and we are in the business of saving lives, and we have delivered and achieved that today. Thank you. Can you explain the weather? The weather, wind speeds were about 40 knots. Sea state was about 3 to 4 knots. Swell height is about 2 to 3 meters. There was debris in the water. Visibility was very poor because of the monsoons. In spite of that, in these adverse conditions, we were able to achieve this rescue, successfully rescued 24 people. And yeah. So what's the current condition of the accident area? There are debris in the water. There are containers which are floating. The concerned agencies are raising warnings for other merchant vessels to keep clear out of the area. Thank you. Okay. നാവികസേന ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുകയായിരുന്നു. ദുഷ്കരമായ ദൗത്യമായിരുന്നു, പക്ഷേ വളരെ സക്സസ്ഫുള്ളി അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. നാവികസേന 2 കപ്പലുകളാണ് ഇതിനായി നിയോഗിച്ചത്. INS സുജാതയും INS സത്പുരയും ഈ 2 കപ്പലുകളായിരുന്നു നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായത്. ക്യാപ്റ്റനെ ഇപ്പോൾ എത്തിച്ചത് INS സുജാതയിലാണ്. മറ്റ് ജീവനക്കാരെ കോസ്റ്റ് ഗാർഡിന്റെ അർണിവേഷ് എന്ന കപ്പലിലാണ് ഇപ്പോൾ തീരത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രതികൂലമായ കാലാവസ്ഥയായതിനാൽ തന്നെയും ഇവരെ രക്ഷിക്കുക എന്ന ദൗത്യം അത് വളരെ ദുഷ്കരമായിരുന്നു. ജീവനക്കാരുടെ ജീവൻ തന്നെയായിരുന്നു പ്രഥമ പരിഗണനയായി മുന്നിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ദൗത്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു. കണ്ടെയ്നറുകൾ പക്ഷേ ഇപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് അതിൽ ഉള്ളത്. അത് ആശങ്ക ഉളവാക്കുന്ന സാഹചര്യം തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ബന്ധപ്പെട്ട അധികാരികൾ മത്സ്യബന്ധന ബോട്ടുകൾക്കടക്കം മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, ഇപ്പോൾ എല്ലാ ജീവനക്കാരും സുരക്ഷിതമായി തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം കപ്പലിലെ ക്യാപ്റ്റൻ പ്രതികരിക്കുകയുണ്ടായി മാധ്യമങ്ങളോട്. പക്ഷേ വ്യക്തമായ കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. പ്രതികൂലമായ കാലാവസ്ഥ ഒരു ഘടകമായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ദൗത്യം അത് വളരെ വിജയകരമായിരുന്നു. അവരെ അഭിനന്ദിച്ചു. ഇപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഈ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഇനിയിപ്പോൾ ഈ തീരത്തേക്ക് എത്തിച്ച ജീവനക്കാരെ എല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ ആദ്യഘട്ടത്തിൽ ചെയ്യുക? ആര്യ, ഇപ്പോൾ ജീവനക്കാരെല്ലാവരും നമ്മൾ കാണുന്നത് പോലെ കപ്പലിന്റെ മേൽത്തട്ടിൽ വന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെ സുരക്ഷിതരാണ്. ആർക്കും തന്നെ ഒരു വലിയ രീതിയിലൊരു ശാരീരിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് നേരത്തെ തന്നെയും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടായിരുന്നു. അവരുടെ പ്രാഥമികമായ വൈദ്യപരിശോധനകളടക്കം അവർക്ക് നൽകിയിരുന്നു. അതിൽ പ്രത്യേകിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല. എങ്കിലും കൂടുതൽ വൈദ്യപരിശോധനകൾ അവർക്ക് നടത്തും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ഭക്ഷണവും മരുന്നുകളും എല്ലാം ആദ്യഘട്ടത്തിലുള്ളത് നൽകിക്കഴിഞ്ഞു. നമ്മൾ നോക്കുക, അതിൽ കാണുന്നവരെല്ലാം തികച്ചും ആരോഗ്യവാന്മാരായിട്ട് തന്നെ കാണുന്നു. വളരെ തീരത്തേക്ക് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതിന്റെ എല്ലാവിധ സന്തോഷവും അവരുടെ മുഖത്തുണ്ട്. വൈകാതെ അവർ താഴേക്ക് ഇറങ്ങുന്നു. അതിന് കോസ്റ്റ് ഗാർഡിന്റെ ഇവിടുത്തെ സേനയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടികൾ പുരോഗമിക്കുക. ഇതിനുശേഷം തങ്ങളുടെ രക്ഷാദൌത്യം ഏത് രീതിയിലുള്ളതായിരുന്നുവെന്ന് കോസ്റ്റ് ഗാർഡ് അധികൃതരും വിശദീകരിക്കുകയും ചെയ്യും. തീർത്തും ദുഷ്കരമായ ഒരു സാഹചര്യം നേരത്തെ നാവികസേന ആസ്ഥാനത്ത് നിന്ന് പറഞ്ഞതുപോലെ തന്നെ തീർത്തും ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതികൂലമായ ഒരു കാലാവസ്ഥ, അതിനോടെല്ലാം തന്നെ മല്ലിട്ടുകൊണ്ട് തന്നെയാണ് 24 ജീവൻ രക്ഷിച്ചു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം അത്ര കണ്ട പ്രക്ഷുബ്ധമായിരുന്ന കടലിൽ നിന്നാണ്, മുങ്ങിത്താഴുന്ന കപ്പലിൽ നിന്നാണ് ഇങ്ങനെ 24 പേരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമ്മുടെ സേനയ്ക്ക് സാധ്യമായത്. കോസ്റ്റ് ഗാർഡ് വിശദീകരിക്കുന്നത് പോലെ ആദ്യം വെള്ളത്തിലേക്ക് തെറിച്ചുപോയ പലർക്കും തന്നെയും ആദ്യഘട്ടത്തിൽ ഡോണർ വിമാനങ്ങളിലൂടെ തന്നെ അവർക്ക് ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുകയും അവരെ അതിൽ ഉപരിതലത്തിൽ നിലനിർത്തുന്നതിനെല്ലാം തന്നെ സഹായകരമാകുന്ന രീതിയിലേക്ക് വരികയും ആത്മവിശ്വാസം പകരുകയും ചെയ്തിരുന്നു. തുടർന്ന് കപ്പലുകൾ സ്ഥലത്തേക്ക് അടുത്തതോടെ തന്നെ കൂടുതൽ പേരെയും അതിലേക്ക് അടക്കം മാറ്റുവാൻ കഴിഞ്ഞു. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തുക എന്ന ദൗത്യത്തിൽ ഉറച്ചു തന്നെയായിരുന്നു സേന മുന്നോട്ട് പോയത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ അവർക്കത്
ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കപ്പൽ ഏതു വിധേനയും നിയന്ത്രിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു, ജീവനക്കാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ അടക്കം 3 പേർ അതിൽ തുടരുകയും ചെയ്തത്. ഒരു രാത്രി മുഴുവൻ നീണ്ട പരിശ്രമത്തിലും പക്ഷേ അത് തിരികെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കപ്പൽ അതിൻ്റെ ഒരു ദിശയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. 26 ഡിഗ്രി ചരിഞ്ഞിരുന്ന കപ്പൽ അത് ഇന്ന് രാവിലെ ആയതോടെ കൂടുതൽ ദുഷ്കരമാവുന്ന രീതിയിലേക്ക്, വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കൂടുതൽ ചരിവുകൾ വന്നു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ വന്നിരുന്നു. അതോടുകൂടിയാണ് ഈ ദൗത്യം അത് ജീവൻ രക്ഷിക്കുക ആദ്യ പരിഗണന നൽകിയത് പരിപൂർണ വിജയമായിരുന്നു. അതിനുശേഷം കപ്പൽ വീണ്ടെടുക്കുക എന്ന രീതിയിലേക്ക് പോകുന്നു. പക്ഷെ അതിന് സാധിക്കുകയില്ല എന്ന് തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും അവരെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ക്യാപ്റ്റൻ അടക്കം അത് ശരിവെക്കുകയും ചെയ്തു. തുടർന്നാണ് അവരെ അവിടെ നിന്ന് മാറാൻ നിർദ്ദേശിക്കുന്നു. INS സുജാതയിലേക്ക് മാറ്റുകയും പിന്നീട് നാവികസേനയിലേക്ക് 3 പേരെയും അവരുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇനി അവശേഷിക്കുന്നത് ചോദ്യം ഈ കണ്ടെയ്നറുകൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുക എന്നതാണ് ഉള്ളത്. കാരണം ഇതിൽ പറയുന്ന പ്രകാരം ഹസാഡസ് കാർഗോ ഏതാണ്ട് 12 കണ്ടെയ്നറുകളിലാണ് ഇത് ഉള്ളതെന്നാണ്. 12 കണ്ടെയ്നറുകളിൽ അപകടകരമായ രീതിയിലുള്ള രാസവസ്തുക്കളുണ്ട്. അത് ഏതൊക്കെയാണ്, എന്താണ് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ അത് ഒരുപക്ഷെ സേനയോട് മാത്രമായിരിക്കാം അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക. ഏതായാലും അതിൽ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കപ്പൽ താഴുന്നു. അതോടൊപ്പം തന്നെ വലിയ ദുഷ്കരമായ ഒരു കുത്തൊഴുക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തീരത്ത് അടിയുക എന്നത് ഒരു പ്രത്യേക മേഖല തിരിച്ച് അവർക്ക് പറയുവാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. ഒഴുക്ക് വളരെ കാര്യമായിട്ട് തന്നെ തുടരുന്നുണ്ട്. പക്ഷേ എന്നാലും അത് നിലവിലെ ഒരു സാഹചര്യത്തിൽ എറണാകുളം, ആലപ്പുഴ തുടങ്ങിയ ഒരു ജില്ലകളിലേക്കാണ് കൂടുതൽ സാധ്യത എന്ന് മാത്രമേ അത് പറയുന്നുള്ളൂ. ഒരുപക്ഷെ തീരത്തേക്ക് അടിയണമെന്നുമില്ല എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം അത്രമാത്രം കുത്തൊഴുക്ക് കടലിലുണ്ട്. മണിക്കൂറിൽ 1 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഇത് നീങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കൊപ്പം തന്നെ കപ്പലിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഇന്ധനച്ചോർച്ചയുണ്ടോ എന്നതടക്കമുള്ള ഒരു സംശയങ്ങൾ ആ ഘട്ടത്തിൽ എല്ലാം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നു. 643 കണ്ടെയ്നറുകളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കപ്പലിന്റെ ടാങ്കിൽ 84.44 മെട്രിക് ടൺ ഡീസലും അതോടൊപ്പം തന്നെ 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുറത്തേക്ക് വരികയോ അത് മലിനീകരണത്തിലേക്ക് നീങ്ങുകയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുകയോ എന്നതെല്ലാം തന്നെ ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ആശങ്കകൾ ഇല്ല എന്ന് അവിടെ എത്തിയ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ICG സാക്ഷ്യം അത് സാക്ഷ്യപ്പെടുത്തി ഇവിടേക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അങ്ങനെയൊരു വാർത്ത ഇന്ധന ചോർച്ച എന്ന രീതിയിലേക്ക് വന്നിരുന്നു. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് തന്നെയാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് അറിയിക്കുന്നത്. കാരണം ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ എന്ന കാര്യങ്ങളിൽ നാവികസേനയെക്കാളും കൂടുതൽ ഉത്തരവാദിത്വവും ഏറ്റെടുപ്പും നിയന്ത്രണവും എല്ലാം നടത്തുന്നത് തീര സംരക്ഷണ സേനയാണ്. അതുകൊണ്ട് തന്നെ അവരാണ് അതിൽ ആധികാരികമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിന്റെ വാർത്താക്കുറിപ്പിലടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇത് സംബന്ധിയില്ല. എന്നാൽ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. അത്തരം പരിശോധനകൾക്ക് വേണ്ടിയാണ് INS അക്ഷം ഇപ്പോഴും 38 നോട്ടിക്കൽ മൈൽ അകലെ ഈ സംഭവം നടന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് അവർ പറയുന്നു. ഏതായാലും അത്തരം ഒരു പരിശോധനകളെല്ലാം തന്നെ തുടർന്നു വരികയും ചെയ്യുന്നു. നമുക്ക് ഇപ്പോൾ കൂടുതലായും ദൃശ്യങ്ങളിൽ കാണാവുന്നത് ICG അർണവേഷ് എന്ന കപ്പലിന് മുകൾ തട്ടിലുള്ള തീർത്തും സന്തോഷഭരിതമായ ചില മുഖങ്ങളാണ്. കാരണം മരണത്തെ മുഖാമുഖം കണ്ടവർ തന്നെയാണ് ഇവർ. ഏത് രീതിയിൽ എങ്ങനെ രക്ഷപ്പെടും എന്ന് പോലും യാതൊരു ഉറപ്പുമില്ലാതെ ഈ കടൽ തിരകളിലേക്ക് അകപ്പെട്ടു പോയ ആണ്ടുപോകുമെന്ന് കരുതിപ്പോന്നവരാണ് ഇപ്പോൾ നമ്മുടെ സേനയുടെ ഇടപെടൽ ദൗത്യം വിജയകരമായതുമൂലം ഇപ്പോൾ തീരത്തേക്ക് എത്തിയിരിക്കുന്നത്. ആശ്വാസത്തിന്റെ തീരത്തേക്കാണ്, ജീവിതത്തിന്റെ തീരത്തേക്കാണ് അവർ മടങ്ങി വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി തീരരക്ഷാസേനയും നാവികസേനയും ഓർമ്മിപ്പിക്കുന്നു എത്രമാത്രം കരുതലും കാവലുമുണ്ട് നമ്മുടെ കടലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ തീരമേഖലകളിൽ ഇവർക്കെന്നത് ഒന്നുകൂടി ഈ ദൗത്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവൻ കൈവിട്ടു പോകുമെന്ന് കരുതിയ നിമിഷത്തിൽ നിന്നാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും
സംയുക്തമായി ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ ജീവൻ തിരികെ ലഭിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി കരയിലേക്ക് തീരത്തേക്ക് മടങ്ങിയെത്തുന്ന കപ്പൽ ജീവനക്കാരെയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ കോസ്റ്റ് ഗാർഡിന്റെ അർണിവേഷ് എന്ന കപ്പലിൽ ഇപ്പോൾ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ INS സുജാതയിൽ ക്യാപ്റ്റനും നേരത്തെ കപ്പലിൽ ക്യാപ്റ്റനൊപ്പം ഒരു ദിവസം മുഴുവൻ കപ്പൽ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി തുടർന്നിരുന്ന രണ്ടുപേരും ആ INS സുജാതയിലാണ് തീരത്തേക്ക് ആദ്യം തന്നെ എത്തിയിരുന്നു. അവർ ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് കാരണമാണ് അപകടം സംഭവിച്ചത് എന്ന വ്യക്തത വരുത്താൻ അവർ ഈ ഘട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ് സാഹചര്യം. അതിനുശേഷം അവരെ പ്രാഥമിക ഒരു പരിശോധന എന്ന നിലയിൽ മാത്രം ആശുപത്രിയിലേക്ക് ഇപ്പോൾ മെഡിക്കൽ ആംബുലൻസിൽ കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണുള്ളത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ക്യാപ്റ്റനോ മറ്റ് ക്രൂ മെമ്പേഴ്സിനോ ഇല്ല എന്നുള്ളതും ക്യാപ്റ്റൻ വ്യക്തമാക്കി. ഏറ്റവും എടുത്തു പറയേണ്ടതും അഭിനന്ദനം അർഹിക്കുന്നതും നേവിയും കോസ്റ്റ് ഗാർഡുമാണെന്നും അവർ എടുത്തു പറയുകയുണ്ടായി. അത്രത്തോളം ദുഷ്കരമായിരുന്നു അവിടുത്തെ സാഹചര്യം. കടൽ പ്രക്ഷുബ്ധമായിരുന്നു, കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ അപകടത്തിൽ പെട്ടു എന്ന മെസ്സേജ് ലഭിച്ച ഉടൻ തന്നെ വളരെ കൃത്യമായി എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൗത്യ സേനയുടെ ആദ്യത്തെ നേട്ടം. അവിടെ എത്തി ജീവനുകൾക്ക് തന്നെ അവർ പ്രഥമ പരിഗണന നൽകി. എല്ലാവരെയും ഒരേപോലെ രക്ഷിച്ച് തിരികെ തീരത്തേക്ക് എത്തിക്കാൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കുള്ള എല്ലാവിധ നന്ദിയും ഈ കപ്പലിൽ ലൈബീരിയൻ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സും ഒക്കെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും വളരെ ദുഷ്കരമായ ഒരു ദൗത്യം അത് വളരെ കൃത്യതയോടുകൂടി എത്രയും പെട്ടെന്ന് വിജയകരമായി പൂർത്തീകരിക്കാൻ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നാവികസേന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതുപോലെ തന്നെ 2 കപ്പലുകളെയാണ് ആദ്യഘട്ടത്തിൽ ഈ ദൗത്യത്തിന് വേണ്ടി രക്ഷാപ്രവർത്തന ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചത്. INS സുജാതയും INS സത്പുരയും ദൗത്യം അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും INS സക്ഷം ഇപ്പോഴും ആ അപകടം സംഭവിച്ച സ്ഥലത്ത് തന്നെ തുടരുകയാണ്. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. രാസവസ്തുക്കൾ അടങ്ങിയ ഇന്ധനമുള്ള കണ്ടെയ്നറുകൾ എല്ലാം ഇപ്പോൾ ആ കടലിൽ തന്നെ പതിച്ചിട്ടുണ്ട്. ആ സാഹചര്യം എങ്ങനെയാണ് ഇനി പാരിസ്ഥിതിക വിഷയങ്ങൾ അടക്കം മുന്നിലുണ്ട്. അതിനെ ഏത് തരത്തിൽ നേരിടണം എന്ന കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ ആലോചിച്ചു വരുന്നുണ്ട്. അവിടെ ഇപ്പോഴും സുരക്ഷ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇടവേള.